Greetings you all in the precious name of our Lord and Savior Jesus Christ. You all are very dear to us, near to our hearts. So we are very happy to be with you, and we could worship with you. And now to tell little bit of our testimony, and then about the Bible Institute which I am connected. എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യമായിട്ട് ചില വാക്കുകൾ പറഞ്ഞ് അവിടെ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചില വാക്കുകളും പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. You know, more than 50 years I am in the ministry. 50 വർഷത്തിലധികമായിട്ട് ഞാൻ സുവിശേഷ വേലയിൽ ഉൾപ്പെട്ടിരിക്കുന്നയാളാണ്. When I say 50 years, my last year of Bible college, last means first institute I studied, it was 1974. 1974 ഞാൻ ബൈബിൾ സ്കൂൾ പഠനം പൂർത്തിയാക്കി സുവിശേഷ വേലയിലേക്ക് വന്നത്. I was in Kanyakumari district for 1 year. തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ജില്ലയിലായിരുന്നു ഞാൻ ഒരു വർഷം പ്രവർത്തിച്ചത്. Then I had all the desire to come to North India. വടക്കേ ഇന്ത്യയിലേക്ക് പോയി സുവിശേഷ വേല ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ടായി. And the Lord led me to North. For that I came to Bible Bhavan where they were teaching Hindi. അതിൻ്റെ ഭാഗമായിട്ട് ദൈവം എൻ്റെ ആഗ്രഹത്തെയും പ്രാർത്ഥനയും മാനിച്ച് ഞാൻ ബൈബിൾ ഭവനിൽ വന്ന് അവിടെ ഞാൻ ഹിന്ദി ഭാഷ പഠിക്കുവാൻ തുടങ്ങി. And after my course we had a teamwork in Bible Bhavan itself. There itself all the members of the Bible Bhavan we had teamwork. എൻ്റെ കോഴ്സ് പഠിച്ചതിന് ശേഷം ബൈബിൾ ഭവനിലുള്ള മറ്റ് ടീം അംഗങ്ങളുമായിട്ട് സുവിശേഷ വേല ചെയ്യുവാൻ തുടങ്ങി. And after that, it was in 1979, I went back to Kerala and we had our marriage. 1979 ഞാൻ കേരളത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ വെച്ച് ഞാൻ വിവാഹിതനായി. Same year, after a month, myself and wife Ammakutti, we together came to New Delhi. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞാനും എൻ്റെ ഭാര്യ അമ്മക്കുട്ടിയും ഞങ്ങൾ തിരിച്ച് ന്യൂഡൽഹിയിലെത്തി. In Delhi we had assemblies in Central Delhi and South Delhi. ഡൽഹിയിലെ സെൻട്രൽ ഡൽഹിയിലും സൗത്ത് ഡൽഹിയിലും 2 അസംബ്ലികളായിരുന്നു അന്നുണ്ടായിരുന്നത്. Then there was no assembly in West Delhi, so we looking at the need we moved to West Delhi. അങ്ങനെ ഞങ്ങൾ വെസ്റ്റ് ഡൽഹിയിലെ ഒരു അസംബ്ലി ഉണ്ടാകണം എന്നുള്ള താല്പര്യത്തോടു കൂടി ഞങ്ങൾ വെസ്റ്റ് ഡൽഹിയിലേക്ക് താമസം മാറ്റി. And after 10 months the Lord enabled us to start an assembly there. 10 മാസങ്ങൾക്ക് ശേഷം അവിടെ ഒരു അസംബ്ലി തുടങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. And now it completes 45 years Bethel Brethren Assembly. അങ്ങനെ കഴിഞ്ഞ 45 വർഷങ്ങളായിട്ട് ബഥേൽ ബ്രദറൻ അസംബ്ലി കർത്താവിന്റെ നാമത്തിനു വേണ്ടി അവിടെ നിലനിൽക്കുന്നു. Many have been blessed by this assembly. ഈ അസംബ്ലി മുഖാന്തരം അനേകർക്ക് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. Many were saved, baptized, and many brethren came to know the truth. അനേകര് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് യഥാർത്ഥ സത്യത്തെയും സത്യദൈവത്തെ അറിയുവാനിടയായി. And we have been channeled to start 2 more assemblies in Delhi. We have been channeled. ഞങ്ങളുടെ ആ അസംബ്ലി മുഖാന്തരമായിട്ട് ഡൽഹിയിലെ 2 വേറെ അസംബ്ലികളും ഉണ്ടാകുവാനിടയായി. There was no assembly in Gurgaon. We used to go every week to Gurgaon. അവിടെ അടുത്തുള്ള ഗുഡ്ഗാവ് സ്ഥലത്ത് അവിടെ ഒരു അസംബ്ലി ഇല്ലായിരുന്നു. ഞങ്ങൾ എല്ലാ ആഴ്ചയും അവിടെ പോയി ശുശ്രൂഷ ചെയ്യുമായിരുന്നു. And we are happy that the assembly started there by the brethren there. അവിടെയുള്ള വിശ്വാസികൾ ഞങ്ങളെല്ലാം ചേർന്ന് ഗുഡ്ഗാവിലും ഒരു സഭ ആരംഭിക്കുവാനിടയായി. We had a brother called Brother MJ Babu, originally from Andhra. We worked together for 11 years. ആന്ധ്രാപ്രദേശ്
സ്വദേശിയായ ബ്രദർ MJ ബാബു എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ഞങ്ങൾ അനേക വർഷം ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തു. Our assembly commended him for the service of the Lord. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈ പ്രിയ സഹോദരനെ കമന്റ് ചെയ്തത് ഞങ്ങളുടെ അസംബ്ലിയാണ്. 11 years we worked together. ഞങ്ങൾ ഒരുമിച്ച് 11 വർഷം ഒരുമിച്ച് അധ്വാനിച്ചു. And he himself said when he was going away to East Delhi, he said it is a record two evangelists working together. അദ്ദേഹം ഈസ്റ്റ് ഡൽഹിയിലേക്ക് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇതൊരു വലിയ റെക്കോർഡാണ്, 2 സുവിശേഷന്മാർ 11 വർഷം ഒരുമിച്ച് ഒരു വഴക്കും ഇല്ലാതെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. And then after that they have started another assembly because one of our family went to East Delhi. ഞങ്ങളുടെ സഭയിൽ നിന്നുണ്ടായിരുന്ന ഒരു കുടുംബം ഈസ്റ്റ് ഡൽഹിയിലേക്ക് മാറി. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കൂടി വരുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളും വളരെയധികം വിപുലമാകുവാൻ ഇടയായി. And Shalom Assembly, brother Isaac's daughter goes to Shalom Assembly. ഐസക് ഞങ്ങളുടെ മകള് അവിടെ ഷലോം അസംബ്ലിയിലാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. In Delhi we had every Tuesday we had outreach, not at present, but we had more than 30 years this outreach. ഏകദേശം 30 വർഷങ്ങൾക്ക് അപ്പുറമായിട്ട് 30 വർഷം ഉണ്ടായിരുന്നു ഡൽഹിയിൽ എല്ലാ ചൊവ്വാഴ്ചയും ഔട്ട്റീച്ച് മിനിസ്ട്രി ഉണ്ടായിരുന്നു. Workers together, evangelists together came together and went for open air preaching and distribution. സുവിശേഷ വേലയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ഒരുമിച്ച് കൂടി അവിടെ നിന്ന് പരസ്യങ്ങൾക്കും അതുപോലെ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ മുതലായ പ്രവർത്തനങ്ങൾക്ക് പോകുമായിരുന്നു. Brother Isaac also was there at that time. ബ്രദർ ഐസക് ആ സമയത്ത് ഡൽഹിയിൽ പാർത്തുകൊണ്ടിരുന്നു. And we covered so many unapproved and resettlement colonies. അങ്ങനെ അനേക കോളനികളിൽ ഞങ്ങൾ പോയി അവിടെയുള്ള ആളുകളുമായിട്ട് സുവിശേഷം പങ്കുവച്ചു. And nowadays the people, the fanatics and extremists are forbidding this kind of work. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിർഭാഗ്യവശാൽ തീവ്രവാദികൾ എന്ന് പറയത്തക്കവണ്ണം അങ്ങനെയുള്ളവർ വന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. But still the work is going on. എന്നാൽ ഒരു അളവ് വരെ അവിടെയുള്ള സുവിശേഷ വേല തുടർന്നുകൊണ്ടിരിക്കുന്നു. At the time of COVID I also was affected by COVID. കോവിഡിന്റെ സമയത്ത് ഞാനും ആ കോവിഡ് രോഗബാധിതനായി തീർന്നു. When brother Shaluti Naina and brother MJ Babu and many others went to be with the Lord. അങ്ങനെ ബ്രദർ MJ ബാബു, ബ്രദർ ഷാലുറ്റി നയനാൻ ഇവരൊക്കെ ആ കോവിഡ് രോഗം ബാധിച്ച് അങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. And I had also severe problem in my physique. എനിക്കും ശാരീരികമായും വളരെ അധികം അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. And the Lord kept me safe, and because he must be wanting to do much more work. ദൈവത്തിനു വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ഇനിയും എന്നെക്കൊണ്ട് ദൈവം ചെയ്യിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ട് സുരക്ഷിതമായിട്ട് ആരോഗ്യത്തോടുകൂടി ഇന്ന് വരെ നിൽക്കുവാൻ ഇടയായി. At the time of COVID I used to take classes for teenagers through the Zoom and WhatsApp and all. കോവിഡിന്റെ സമയത്ത് സൂം വഴിയും വാട്സാപ്പിൽ വഴിയും ഒക്കെ അവിടെയുള്ള കൗമാരക്കാർക്ക് യൗവനക്കാർക്ക് ഞാൻ ക്ലാസ്സുകൾ എടുക്കുകയാണ്. Because of that 5 of them were baptized because continually we had the classes. ഈ ക്ലാസ്സുകളുടെയൊക്കെ ഭാഗമായിട്ട് 5 പേര് രക്ഷിക്കപ്പെടുകയും അവർ സ്നാനപ്പെടുകയും ചെയ്തു. And the Lord has been faithful to us and our family. ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളുടെ പ്രവർത്തനങ്ങളോടും ഒക്കെ ദൈവം വളരെയധികം വിശ്വസ്തനായിരിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. The Lord gave 2 sons and they are walking in truth. 2 ആമക്കളാണ് ഞങ്ങൾക്കുള്ളത്. അവരും വിശ്വാസത്തിന്റെ വഴിയിൽ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. Both of them they are here but they are very fruitful in their respective assemblies. അവര് 2 in US. 2 ആമക്കളുള്ളവർ അവർ അമേരിക്കയിലാണ്. അവരായിരിക്കുന്ന സ്ഥലം സഭകളിൽ അവർ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്നു. We have 4 grandchildren. 4 കൊച്ചുമക്കൾ ഞങ്ങൾക്കുണ്ട്. The Lord is blessing these families. Please pray for us and our children. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു. One more thing is North India Bible Institute.
ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നോർത്ത് ഇന്ത്യ വടക്കേ ഇന്ത്യയിലെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ്. It is in Alwar, Rajasthan state. രാജസ്ഥാൻ സംസ്ഥാനത്ത് അൽവർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നോർത്ത് ഇന്ത്യ ബൈബിൾ From ഇൻസ്റ്റിറ്റ്യൂട്ട്. Delhi, 160 kilometers away. 160 കിലോമീറ്റർ, ഏകദേശം 100 മൈൽ ഡൽഹിയിൽ നിന്ന് ദൂരമുണ്ട് അൽവർ. And with 2 hours in train, we go and cooperate in that institution. അവിടെയുള്ള ആ നോർത്ത് ഇന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ ട്രെയിനിലാണ് 2 മണിക്കൂർ എടുക്കും അവിടെ ചെല്ലാൻ. അവിടെ ചെല്ലുകയും അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ സഹകരിക്കുകയും ചെയ്യും. 38 years ago, servants of God like brother Uncle T.J. Joseph, Dr. Silas Nair, Dr. C.V. Baby, they are the founding members of this institution. ഡോക്ടർ T.J. ജോസഫ്, അതുപോലെ ബ്രദർ സൈലസ് നായർ, Dr. Baby, C.V. Baby. C.V. ബേബി മുതലായ ദൈവദാസന്മാരുടെയൊക്കെ പ്രയത്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ആരംഭിച്ചത്. Since the inception of the institute, I have been cooperating and working with them as a visiting faculty. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആരംഭം മുതൽ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സന്ദർശക ഫാക്കൽറ്റി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു, പഠിപ്പിക്കുകയും ചെയ്യുന്നു. Nowadays they made me as a chairman of the institution. ആ നോർത്ത് ഇന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ പദവിയും അവർ എനിക്ക് തന്നു. It is a responsibility, so I am പദവിയല്ല, ഒരു വലിയ ഉത്തരവാദിത്വമാണ്. That's why I am mentioning this matter for prayer. അതുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയ്ക്കുമായിട്ട് ഞാനിവിടെ പറയുന്നത്. Please pray for this institution because we could teach hundreds of the students in this institution. 100 കണക്കിന് വിദ്യാർത്ഥികളെ ദൈവവചനം പഠിപ്പിക്കുവാൻ കഴിഞ്ഞ നാളുകളിലൂടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിച്ചിട്ടുണ്ട്. At least 170 full-time servants of God working in different places of India. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചതിന്റെ ഭാഗമായിട്ട് 170 പൂർണ്ണ സമയ സുവിശേഷകര് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. And we don't claim anything on them. They have their own commending assemblies. ഞങ്ങൾക്ക് അവരുടെ മേലൊരു നിയന്ത്രണ കാര്യങ്ങളില്ല. അവരെയൊക്കെ കമന്റ് ചെയ്ത് വിട്ടിരിക്കുന്ന അവരുടെ സ്ഥലം സഭകളാണ്. But we have the joy that we could teach them very many things. അവരെ പഠിപ്പിക്കുവാനും അനേക കാര്യങ്ങൾ സുവിശേഷ വേലയെക്കുറിച്ച് പരിശീലിപ്പിക്കുവാനും ഇടയായതിൽ ഞങ്ങൾക്ക് വളരെ ആനന്ദമുണ്ട്. So now this year we have 40 students in this institution. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 40 വിദ്യാർത്ഥികൾ ഈ വർഷമുണ്ട്. And we don't have any fixed deposit for the institute, but the assemblies are behind it. ഞങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഒരു പ്രത്യേക നീക്കി വെച്ചിരിക്കുന്ന ഒരു തുകയോ ബാങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റോ ഒന്നുമില്ല. അവിടെയുള്ള സഭകളെല്ലാം കൂടെ ചേർന്നാണ് ഈ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. And not only India but everywhere in the world. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പാടുമുള്ള അനേക സഭകൾ അസംബ്ലികളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം ലഭിക്കും. So you must pray for this institution. ഈ നോർത്ത് ഇന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. Every day morning we some of the board members pray a half an hour for this institution. ഞങ്ങളുടെ ദിവസം ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബോർഡ് മെമ്പേഴ്സ് ആയിട്ട് ഇരിക്കുന്നവർ ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ 1/2 മണിക്കൂർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പ്രാർത്ഥിക്കും. After COVID we have a Zoom meeting, so it is very convenient. കോവിഡിന്റെ ഭാഗമായിട്ട് സൂം മീറ്റിംഗ് ആയതുകൊണ്ട് അത് വളരെ സൗകര്യമാണ്, ഞങ്ങൾക്കെല്ലാം അതിൽ പങ്ക് എടുക്കുവാൻ കഴിയുന്നുണ്ട്. So it is very essential that people should be trained and sent to the fields. ആളുകളെ പരിശീലിപ്പിച്ചതിന് ശേഷം സുവിശേഷം അറിയിക്കുവാൻ പല സ്ഥലങ്ങളിൽ അയക്കേണ്ടത് ആവശ്യമാണ്. Cross cultural evangelism is very much needed these days. ഇതര സംസ്കാരങ്ങളിൽ പോയി എങ്ങനെ സുവിശേഷം അറിയിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് വളരെയധികം പരിശീലനം ഈ ദിവസങ്ങളിൽ ആവശ്യമാണ്. So there are opposition and antagonism, but God is using his people to establish many more assemblies. അനേക പോരാട്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും എതിർപ്പിന്റെ ഒക്കെ മധ്യത്തിലും ദൈവം തന്റെ സഭയെ അനുഗ്രഹിക്കുന്നു. അനേക സഭകൾ വീണ്ടും ഉണ്ടായി വരുന്നു. Please pray. For one student it takes 9,000 Indian rupees every month. അവിടെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു മാസം 9,000 രൂപ എന്ന് പറഞ്ഞാൽ $100 ഒരല്പം കൂടുതൽ ആവശ്യമാണ് ഒരു മാസം ഒരു സ്റ്റുഡന്റ്. Please remember, if you are led by the Holy Spirit, you can send a gift to this institution, and we
use GMI also for this purpose. ഗോസ്പൽ മിഷൻ ഓഫ് ഇന്ത്യ GMI വഴി നിങ്ങൾക്ക് ഈ മിനിസ്ട്രിയെ സഹായിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അങ്ങനെ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കാളികളാകാവുന്നതാണ്. Because we do not have FCRA, it will take one more year to get an FCRA. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ ആ ഒരു പ്രത്യേക ഒരു സൗകര്യം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് നേരിട്ട് വിദേശത്തിൽ നിന്ന് പണം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ സാധിക്കില്ല. അടുത്ത വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. Please pray for North India. We called NIBI, North India Bible Institute. നിബി എന്ന ഉള്ള ആ ഒരു അബ്രീവേഷനിലാണ് അറിയുന്നത്. നോർത്ത് ഇന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Now we will come back to our subject. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു മടക്കി വരാം. Yesterday we have seen about Nehemiah. നെഹമ്യാവിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് ചിന്തിച്ചത്. He was a role model for us. നമുക്ക് തീർച്ചയായിട്ടും താൻ ഒരു മാതൃകാ പുരുഷനാണ്. And we can imitate very many things from him. നെഹമ്യാവിന്റെ ജീവിതത്തിൽ നോക്കി അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് അന്വർത്ഥമാക്കാവുന്നതാണ്. Then we have started with repairing the gates. അവിടെയുള്ള ആ വാതിലുകൾ അതൊന്ന് അറ്റകുറ്റപ്പണി ചേർത്ത് പ്രയോജനമുള്ളതാക്കി തീർക്കുന്ന ദൗത്യത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ വായിച്ചു. We have covered three gates. 3 വാതിലുകളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. We will go further. ഇന്ന് തുടർന്നുള്ള മറ്റു വാതിലുകളെ കുറിച്ച് ചിന്തിക്കാം. We know that worship is very important. So the first gate was sheep gate. ആദ്യത്തേത് ആട്ടിൻ വാതിൽ. നമ്മൾ അതിൽ ചിന്തിച്ചത് ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. And then we have seen the fish gate. അതിനുശേഷം മീൻ വാതിലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. It connects with evangelism. സുവിശേഷീകരണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. I did not say a quotation yesterday. A quotation is there for cross-cultural evangelism. അങ്ങനെ മറ്റ് ഇതര സംസ്കാരങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വാക്യം, ഇങ്ങനെ ഒരു വാചകം ഞാൻ വായിക്കുകയുണ്ടായി. After cutting the nose, മൂക്ക് മുറിച്ചതിന് ശേഷം there is no use of giving a rose to smell. ഒരു മൂക്ക് മുറിച്ചതിന് ശേഷം ഒരാൾക്ക് ഒരു റോസാപ്പൂ കൊടുത്തിട്ട് ഇതൊന്ന് മണക്കുക എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. We should not have a negative attitude towards the people. മറ്റു മനുഷ്യരോട് ഒരു നിലയിലും നമുക്ക് വളരെ തരം താഴ്ന്ന ഒരു സമീപനം ഉണ്ടാകുവാൻ പാടില്ല. And we should not argue with the people. മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഒരു തരത്തിലും തർക്കത്തിൽ ഏർപ്പെടുവാനും നമുക്ക് സാധ്യമല്ല. Argument will not win a person. വാദപ്രതിവാദങ്ങളിലൂടെ ഒന്നും ആരെയും നമ്മൾ ജയിച്ചിട്ടില്ല. So we should not cut the nose of anyone. അതുകൊണ്ട് മൂക്ക് പരിപൂർണമായിട്ട് ചെത്തിക്കളയരുത്. നമ്മുടെ സമീപനം അത്ര കട്ടിയും കഠിനവും ആയിട്ടുള്ളതായിരിക്കരുത്. We should be very positive, having positive attitude. വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നല്ല മനോഭാവത്തോടുകൂടി വേണം നമ്മൾ മറ്റുള്ളവരെ സമീപിക്കുക. All the psychologists and psychiatrists say a positive energy is needed for us. അനേക മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ശുഭാപ്തി വിശ്വാസത്തോടുകൂടെയുള്ള അങ്ങനെയുള്ള ഒരു വിശ്വാസമാണ് ആവശ്യമെന്നാണ്. Then we have seen old gate which speaks of the first love. പഴയ വാതിലിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അവിടെ നമുക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. Ephesus assembly, Ephesus church lost their first love. നമുക്കറിയാം, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, എഫെസോസിലുള്ള സഭയുടെ കുഴപ്പം അവരവരുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നതാണ്. They had very many things in their as their plus points. അവർക്ക് പ്രശംസിക്കുവാൻ അനേക നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. But first love is lost. പക്ഷേ ആദ്യ സ്നേഹം അവർ വിട്ടുകളഞ്ഞു. When people get married, ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ the beginning days husband wants to do everything for the wife, or wife also wants to do everything for him. ആദ്യത്തെ ചില ആഴ്ചകൾ, മാസങ്ങൾ, ആ സമയങ്ങളിലൊക്കെ അവർക്ക് പരസ്പരം ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി സഹായിക്കുകയും സ്നേഹിക്കുകയും ആണ് അവർ ചെയ്യുന്നത്. 100% love seen at that time. ആ സമയത്ത് 100% അവർക്ക് തമ്മിലുള്ള സ്നേഹവും
തമ്മിലുള്ള സമർപ്പണവും നമുക്ക് കാണാം. Husband and wife was going through a road where there was so much mud. ഒരിക്കൽ അവർ ഭർത്താവും ഭാര്യയും വളരെയധികം ചെളിയൊക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. And then looking at the mud, he said, I will put my coat on this and you can step on it and come this side. അപ്പൊ ഇത് കണ്ടിട്ട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിന്റെ കാലിലൊക്കെ അഴുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കോട്ട് ഈ മണ്ണിൽ ഇങ്ങനെ വിരിക്കാം, നീ ആ കോട്ടിൽ ചവിട്ടി അങ്ങോട്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞു. He might have done that, and then after a few months, after maybe a few years, he went through the same place. ഒരുപക്ഷെ അദ്ദേഹം അത് ചെയ്തു കാണാം. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം ഇതേ വഴിയിലൂടെ ഈ മനുഷ്യൻ നടന്നു. And there was the mud. ആ ചെളി അവിടെ ഉണ്ടായിരുന്നു. And he said, jump. ആ സമയത്ത് അവര് ഒരുമിച്ച് പോയപ്പം ഈ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോ ഭാര്യയോട് പറഞ്ഞു, നീ മണ്ണിന്റെ മുകളിൽ കൂടെ ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞു. Where is the first love? എവിടെയാണ് ആദ്യ സ്നേഹം? You know, we loved the Lord, and we said we are ready to do anything for the Lord. നമ്മൾ കർത്താവിനെ അറിഞ്ഞ ആദ്യ ആ കാലഘട്ടത്തിലൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നുവെന്നും കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നും ഒക്കെ പറഞ്ഞാണ് നമ്മൾ ആരംഭിച്ചത്. But we should be reminded of our first love and love him so much because he loved us first. കർത്താവ് നമ്മളെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവനെ ആദ്യ സ്നേഹം മാത്രമല്ല, അത് കഴിഞ്ഞ് നിരന്തരമായി സ്നേഹിച്ചുകൊണ്ടിരിക്കണം. We should love the church, but he is the main person in our life, and after that only we should love others. നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായിട്ടുള്ളത് കർത്താവിനോടുള്ള സ്നേഹമാണ്. അത് കഴിഞ്ഞതിന് അതിനുശേഷം മാത്രമേ ഉള്ളൂ സഭയോടും മറ്റു വിശ്വാസികളോടും വ്യക്തികളോടുമുള്ള സ്നേഹം നമുക്കുണ്ടാകും. Next gate is Valley Gate, that is chapter 3, repairing the Valley Gate, chapter 3 verse 13. 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് അവിടെ താഴ്വര വാതിലിനെ കുറിച്ച് കാണുന്നു. Valley Gate speaks of humility. ഈ താഴ്വര വാതില് നമ്മളെ കാണിക്കുന്നത് താഴ്മയെ കുറിച്ചാണ്. Repair the humility. നമ്മുടെ ജീവിതത്തിലെ താഴ്മ കുറവായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അതൊന്ന് അറ്റകുറ്റപ്പണി നടത്തി ശരിയാക്കി എടുക്കേണ്ടത് ആവശ്യമാണ്. Even though we are Christians or brethren, our ego will come up sometimes. നമ്മൾ വിശ്വാസികളാണ്, ബ്രദറുകാരാണ്, അതെല്ലാം ശരിയായിരിക്കുമ്പോഴും പലപ്പോഴും നമ്മളിലുള്ള സ്വാർത്ഥത ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്. And we must be humble people. നമ്മൾ എല്ലായ്പ്പോഴും താഴ്മയുള്ളവരായിരിക്കും. Yesterday, same verse we have seen, let the mind of Lord Jesus be in you by Paul in Philippians. ഫിലിപ്പി ലേഖനത്തിലെ വാക്യം നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. If you are a child of God, നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ, even if you are a servant of God who is a leader of the assembly, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സഭയിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മൂപ്പനാണെങ്കിലും, we are servants. നമ്മള് ദാസന്മാരാണ്. And servanthood attitude is needed. ആ ഒരു ദാസിയുടെ മനോഭാവവും സമീപനവുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. And it is not the false humility. ഈ ഇവിടെ ഞാൻ പറയുന്നത് തെറ്റായ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു താഴ്മയെ കുറിച്ചല്ല പറയുന്നത്. Once in 92 Emicherian sir came to Delhi. 1992 എമിച്ചെറിയൻ സാർ ഡൽഹിയിലേക്ക് വന്നു. And while he was there doing the ministry, one Pentecostal pastor came and told him, tomorrow you will be having lunch with me. അപ്പോൾ ചെറിയൻ സാറിനെ അവിടെയുള്ള ഒരു പെന്തക്കോസ്തലത്തിലെ പാസ്റ്റർ വന്ന് നാളെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു. He is a great leader among Pentecostals. അവിടെയുള്ള പെന്തക്കോസ്ത് സഭകളിലെ ഒരു വലിയ ഒരു നേതാവാണ്. And then Emicherian sir agreed, I will come. And he said, I will send the taxi, and he went. ഞാൻ നാളെ ടാക്സി അയക്കാന്ന് പറഞ്ഞു. ചെറിയാൻ സാർ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഭക്ഷണത്തിന് വരാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം അവിടെ പോയി. When he reached at the gate of this pastor, and so many videographers and photographers were there. അങ്ങനെ ചെറിയാൻ സാറ് ഈ പാസ്റ്ററുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കുറേ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ഒക്കെ ഉണ്ട്. And he wanted to publish something. എന്തോ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണം, ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അല്ലെ ഫോട്ടോ ഒക്കെ എടുക്കണം, അതായിരുന്നു തോന്നുന്നു ഉദ്ദേശം. And he requested Cherian sir,
I am going to wash your feet now. അപ്പോൾ ചെറിയൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ സാറിൻ്റെ കാല് ഇപ്പോൾ ഒന്ന് കഴുകാൻ പോകാമെന്ന് പറഞ്ഞു. And he is very sharp in his mind. ചെറിയൻ സാറിന് നമുക്കറിയാം വളരെ കുശാഗ്ര ബുദ്ധിയുള്ള മനുഷ്യനാണ്. And he said, first of all, I will wash your feet, then you can do mine. അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആദ്യം ഞാൻ പാസ്റ്ററുടെ കാല് കഴുകാം, അതിനുശേഷം പാസ്റ്റർ എൻ്റെ കാല് കഴുകിയാൽ മതി എന്ന് പറഞ്ഞു. So his program failed there. അപ്പോൾ അവിടെ ആ പരിപാടി എല്ലാം അലങ്കോലപ്പെട്ടു. So it is false humility. നമ്മൾ അതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു താഴ്മയല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കേണ്ടത്. The sincere humility, and we should be humble people. ആത്മാർത്ഥമായ താഴ്മയുള്ളവരും അങ്ങനെയുള്ള ആത്മാർത്ഥതയുള്ള താഴ്മ പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. We can repair this gate. Repairing, that is our subject. Repairing the gate. ഈ താഴ്വര വാതിൽ അല്ലെങ്കിൽ താഴ്മ ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്ക് അറ്റകുറ്റ പണി നടത്തി ശരിയാക്കാവുന്നതാണ്. Restoration is possible. തീർച്ചയായിട്ടും ഇത് നമുക്ക് നന്നാക്കി എടുക്കാവുന്ന ഒരു വാതിലാണ്. And next gate is 3:14, chapter 3 verse 14. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് അടുത്ത വാതിൽ കാണുന്നു. That is refuse gate. കുപ്പവാതിൽ. Refuse gate speaks of sanctification. ഈ കുപ്പവാതിൽ ചിത്രീകരിക്കുന്നത് വിശുദ്ധീകരണത്തെ കുറിച്ചാണ്. Any city, they have waste management. ഏതൊരു പട്ടണം എടുത്താലും അവിടെയുള്ള വേസ്റ്റ് ഒക്കെ കളയുന്നതും അത് സംസ്കരിക്കുന്നതിനുമായിട്ടുള്ള ഒരു ക്രമീകരണമുണ്ട്. In Delhi, it was Kejriwal chief minister, and BJP is in center. ന്യൂഡൽഹിയിൽ കേജ്രിവാള് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് BJP ആയിരുന്നു. And the workers of the fourth class employees in India, we say like that, and they did not work correctly. The waste management was in trouble. ആ വേസ്റ്റ് മാനേജ്മെന്റ് ഇതെല്ലാം വൃത്തിയാക്കി എല്ലാ വഴികളും അതുപോലെ അയൽവക്കത്തുള്ള ആ വഴികളും വീടുകളും പരിസരം വൃത്തിയാക്കേണ്ടവര് അവർ ജോലി ചെയ്തില്ല ചില ദിവസം. അതിന്റെ ഭാഗമായിട്ട് ന്യൂഡൽഹിയിൽ വലിയ കുഴപ്പങ്ങളുണ്ടായി. BJP wanted to put allegations on this man Kejriwal. കേജ്രിവാളിന്റെ എതിരെ കുറ്റം ചുമത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന BJP ആ സമയത്ത് ഇങ്ങനെ ഒരു സമീപനം എടുത്തത്. So it was very ugly and stinking circumstances. വളരെയധികം നാറ്റം വമിച്ച് അവിടെ എല്ലാം വളരെ വൃത്തികേടായി, കാരണം ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് നടന്നില്ല. So it is very essential to repair refuse gate. അതുകൊണ്ട് ഈ കുപ്പവാതിൽ നന്നാക്കി എടുക്കേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. In our personal life, family life, and church life, വ്യക്തിപരമായ ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ, സഭാജീവിതത്തിലെ sanctification is very essential. വിശുദ്ധീകരണം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. We have positional sanctification. നമുക്ക് ദൈവം ഒരു വിശുദ്ധീകരണം നമുക്ക് തന്നിട്ടുണ്ട്. That's why even Corinthians, when writing the letter to Corinthians, saints at Corinth. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കൊരിന്ത്യയിലുള്ള വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർക്കെന്നാണ് എഴുതുന്നത്. It is positional sanctification. ആ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ദൈവം വിശുദ്ധീകരണം നൽകിയിട്ടുണ്ട്. At the same time, practically every day we should examine ourselves. എന്നാൽ ആ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ദൈനംദിനം നമ്മൾ തന്നെ പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. We have the word of God. നമുക്ക് ദൈവവചനമുണ്ട്. And we have the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. The blood of Jesus Christ cleanses us from all our sin. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. So every day examining and having a sanctified life. എല്ലാ ദിവസവും നമ്മളെ തന്നെ പരിശോധിച്ച് എല്ലാ ദിവസവും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം അത്യന്താപേക്ഷിതമാണ്. When we think of children of Israel at that time, Nehemiah's time, every word it was there. Dirty things were there. നെഹമ്യാവ് ഇത് എഴുതിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും അവർ വളരെയധികം തെറ്റിപ്പോയി. അനേക അശുദ്ധമായ പരിചയങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. Dirt in their hearts. അവരുടെ ഹൃദയം അഴുക്കുകൊണ്ട് നിറഞ്ഞിരുന്നു. And Israel was divided also. അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. And then disobedient people were there. അവർ അനുസരണക്കേടിന്റെ മക്കളായി. Without any direction. യാതൊരു അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു മാർഗനിർദ്ദേശവും ഇല്ലാതെ അവരാശയക്കുഴപ്പത്തിലായി. And distracted people they were. അങ്ങനെ അവരുടെ ശ്രദ്ധ ഭയങ്കരമായിട്ട് ശിഥിലീകരിച്ചു പോയ ഒരു സമയമായിരുന്നു. There was no devotion.
അവിടെ ദൈവത്തോടോ ഉള്ള അവർക്ക് യാതൊരു ഭക്തിയും ഇല്ലായിരുന്നു. So it is very essential for us to sanctify our Christian life. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ മൊത്തമായിട്ട് നമ്മളൊന്ന് വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. And then we come to chapter 3 verse 15. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ There we see fountain gate. അവിടെ ഉറവുവാതിലിനെ കുറിച്ച് കാണുന്നു. Fountain gate speaks of the Holy Spirit. ഉറവുവാതിൽ നമ്മളെ കാണിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. We can compare with John 7:38, the reverse of 7:38. Please read. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ വരുന്ന എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. So there it says it is about the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായിട്ടാണ് കാണിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ജീവന്റെ ജലം പുറപ്പെടുവിക്കുന്ന നദി ഒഴുകും. In the morning also we have studied in the class that filling of the Holy Spirit is needed. നമ്മൾ ഇന്ന് രാവിലെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് അനുദിനം നിറവ് പ്രാപിച്ചു ജീവിക്കേണ്ടത് ആവശ്യമാണ്. We are blessed people because the anointing, we received anointing. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, അഭിഷേകം കിട്ടിയവരായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കത് ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. At the same time, filling of the Holy Spirit is essential. എന്നാൽ അതുപോലെ അതേ സമയം തന്നെ എല്ലാ ദിവസവും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞവരായി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. It is a commandment. അത് പ്രത്യേക ഒരു കൽപ്പന കൂടിയാണ്. At the same time, we should not grieve the Holy Spirit. അതുപോലെ തന്നെ ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. And we should not quench the Holy Spirit. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ കെടുത്തു കളയരുത്. And He is there, He is in us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു. And give the steering in His hands. നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കണം. And He will control us. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കും. May the Lord help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. Next gate is 3:26. അടുത്തതായിട്ട് അതിൽ നമ്മൾ കാണുന്നത് 26-ാം വാക്യം, Water gate. അവിടെ നീർവാതിൽ എന്ന് നമ്മൾ കാണുന്നു. So it speaks of the word of God. നീർവാതില് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ദൈവവചനത്തെയാണ്. The word of God is inerrant and infallible. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം തികവുറ്റതും എല്ലാവിധ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞിട്ടുള്ളതാണ്, അത് ശുദ്ധമാണ്. And the revealed things are inspired by the servants of God. നമ്മൾ ഈ ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ദൈവശ്വാസയുമാണ്. ആ എഴുത്തുകാര് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് നൽകിയിരിക്കുന്ന. Today it is possible that when we read and meditate we have the illumination. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പുതിയ പ്രകാശനം നമുക്ക് ലഭിക്കുന്നത് സാധ്യമാണ്. So we should not ignore the word. അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും ദൈവത്തിന്റെ വചനത്തെ നമ്മൾ തള്ളിക്കളയരുത്. And it is infallible. അത് കാരണം അത് പൂർണ്ണതയുള്ളതാണ്, തികവുറ്റതാണ്. Pope is not infallible. നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ നേതാവ് ആയിരിക്കുന്ന പോപ്പ് അങ്ങനെ തികവറ്റ മനുഷ്യനല്ല, തെറ്റില്ലാത്ത മനുഷ്യനല്ല. Even apostles were not infallible. അപ്പോസ്തലന്മാരും അങ്ങനെ ആയിരുന്നില്ല. So but word of God is infallible. എന്നാൽ ദൈവവചനം എന്ന് പറയുന്നത് അത് തെറ്റില്ലാത്തതും പരിപൂർണമായതും തികവുള്ളതുമാണ്. Whatever we do, we should be within the framework of the word of God. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ദൈവവചനം നൽകിയിരിക്കുന്ന ആ ചട്ടക്കൂടിനകത്ത്, ആ അതിർത്തി വരമ്പുകൾക്കകത്തായിരിക്കണം. May the Lord help us. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. Then we come to 3:28. 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, because of the time I go shrink everything. സമയത്തിന്റെ കുറവുണ്ട്, ഞാൻ വളരെ പെട്ടെന്ന് പറയട്ടെ. 3:28, it is horse gate. കുതിരവാതിൽ എന്ന് നമ്മൾ കാണുന്നു. It speaks about of the powerful living. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ശക്തിയോടുകൂടിയുള്ള ക്രിസ്തീയ ജീവിതത്തെയാണ് കാണിക്കുന്നത്. And we need power because Satan is at work. നമ്മള് ശക്തമായ ഒരു ജീവിതം നയിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം
നമ്മുടെ എതിരാളിയായ സാത്താൻ നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. We are the soldiers. നമ്മള് യോദ്ധാക്കളാണ്. And we should be trained as soldiers. അങ്ങനെ ഒരു യോദ്ധാവായിട്ട് നമ്മളെ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. And Paul says, endure hardness. പൗലോസ് പറയുന്നത് നിങ്ങൾ കഷ്ടം സഹിക്കണം, സഹിഷ്ണുത ഉണ്ടാകണം. We should be committed to the cause. നമ്മളെ എന്തിനു വേണ്ടിയാണോ വിളിച്ചിരിക്കുന്നത് ആ വിളിയെ ലക്ഷ്യമാക്കി പരിപൂർണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കണം. Let us fight with Satan. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാത്താനെ എതിർത്ത് നിൽക്കുവാൻ കഴിയൂ. He has so many hidden agendas. സാത്താനെ സംബന്ധിച്ചോളം നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. One Matthew has written in India, hidden agendas of BJP. ഒരു ബുക്ക് മിസ്റ്റർ മാത്യു ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, BJPയുടെ മറഞ്ഞിരിക്കുന്ന ചില അജണ്ടകൾ. You know, when go through the Old Testament and New Testament, there were hidden agendas of Satan. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുമ്പോൾ, ഇങ്ങനെ വായിക്കുമ്പോൾ പിശാചിന്റെ മറഞ്ഞിരിക്കുന്ന അജണ്ടകൾ നമ്മൾ അവിടെ കാണുന്നു. First family was fallen because his agendas practiced. പിശാചിന്റെ മറഞ്ഞിരിക്കുന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ആദ്യത്തെ കുടുംബം പരാജയപ്പെട്ടത്. And then our father Abraham went down to Egypt because of his agenda. അബ്രഹാമിന്റെ ജീവിതത്തിലും പിശാചിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈജിപ്തിലേക്ക് താൻ പോകേണ്ടി വന്നത്. And he wanted to kill Jesus Christ at his birth. When he was a baby Jesus. കർത്താവായ യേശു ക്രിസ്തു ജനിച്ച സമയത്ത് തന്നെ കൊലപ്പെടുത്തണമെന്ന് ഹെരോദാവ് തീരുമാനിച്ചു. അതും പിശാചിന്റെ ഒരു മറഞ്ഞിരുന്ന അജണ്ടയായിരുന്നു. First century church in Acts chapter 6 we read, in the beginning of the church there was a problem. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലെ 1-ാം നൂറ്റാണ്ടിലെ സഭയെ കുറിച്ച് ഇവിടെ വായിക്കുന്ന സഭയിൽ ഒരു പ്രശ്നമുണ്ടായി. Satan brought that problem, but the apostles solved it. പിശാച് അവിടെയും തന്റെ മറഞ്ഞിരിക്കുന്ന അജണ്ട കൊണ്ടുവന്നു, എന്നാൽ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാര് അത് പരിഹരിച്ചു. The Lord said, I will build my church. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. So we should have the power to resist the devil. അങ്ങനെ പിശാചിനെ എതിർത്ത് നിൽക്കാനുള്ള ആ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. Because of time, I will just say about 2 more gates and രണ്ട് വാതിലുകൾ കൂടെ ഞാൻ വളരെ പെട്ടെന്ന് പറയട്ടെ. East gate, that is 329. 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കിഴക്കേ വാതിൽ. കിഴക്കേ വാതിൽ എന്ന് പറഞ്ഞൊരു വാതിലിനെ കുറിച്ച് കാണുന്നു. You know, denominational people look at the side of east and then they pray. We understand that is not meaningful, but we understand it speaks about the coming of our Lord Jesus Christ, because he is the morning star. ചില ക്രൈസ്തവ സമുദായങ്ങൾ അവർ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴെല്ലാം കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷാവായിട്ട് സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേക ദിശയ്ക്കോ അവിടെ പ്രാധാന്യമില്ല. He is the sun, righteous sun. At the same time he is the morning star. അവൻ നീതി സൂര്യനുമാണ്, അതേ സമയം തന്നെ അവൻ പ്രഭാത നക്ഷത്രവുമാണ്. We are looking for the coming of our Lord Jesus Christ. നമ്മൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവർ. He will definitely come. തീർച്ചയായിട്ടും കർത്താവ് വരും. Once a person asked a servant of God, what is the difference between us and you? ഒരിക്കൽ ഒരു ദൈവദാസനോട് ഒരാൾ ഇങ്ങനെ ചോദിച്ചു, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? And he said, hope. We have hope. അപ്പോൾ ദൈവദാസൻ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. Because only one word he could use, so that is hope. ഒരു വാക്ക് മാത്രം, ഒരു വാക്കിൽ പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവദാസൻ പറഞ്ഞു, അത് പ്രത്യാശ എന്നുള്ളത്. So only we have the hope of his coming. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ ഉള്ളവര് നമ്മൾ മാത്രമാണ്. May the Lord help us to be filled with the hope of our Lord's coming. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രത്യാശയാൽ നമ്മുടെ ജീവിതങ്ങൾ നിറയട്ടെ. It is a strengthening hope. അത് ശക്തി നൽകുന്ന ഒരു പ്രത്യാശയാണ്. It is a sanctifying hope. അത് വിശുദ്ധീകരിക്കുന്ന ഒരു പ്രത്യാശയാണ്. A stimulating hope. അത് നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രതീക്ഷയാണ്. Lively hope. നമുക്ക് അത് ജീവനുള്ള പ്രത്യാശയാണ്. And it is a better one. അത് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രത്യാശയാണ്. Then finally 3:31 we read another gate, the last gate. അവസാനമായിട്ട് 31-ാം വാക്യത്തിൽ അടുത്ത വാതിലിനെ കുറിച്ച് നമ്മൾ കാണുന്നു. That is Mifkad gate. മിഫ്കാദ് വാതിൽ എന്നാണ് അതിനെ പറയുന്നത്. Meaning is appointed place. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്
ഹമ്മിഫ്ക വാതിൽ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട വാതിൽ, തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം. So repairing the Mifkad gate. ഈ മിഫ്കാദ് വാതില് നന്നാക്കുക എന്നുള്ളത് what it speaks. എന്താണത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്? After the coming of our Lord, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ in the mid-air we will all stand at the judgment seat of our Lord Jesus Christ. മധ്യാകാശത്തെ കർത്താവിന്റെ ആ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ that is the place where we should give all the account. നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു കണക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. I think it is not family wise or a church wise, but each person should stand and give the account. കുടുംബമായിട്ടോ സഭയായിട്ടല്ല കണക്ക് കൊടുക്കുന്നത്, ഓരോ വ്യക്തികളും വ്യക്തിപരമായിട്ടാണ് കണക്ക് കൊടുക്കേണ്ടത്. Then it is a warning. At the same time, it is comfortable because he will give us rewards. ഈ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കൊരു താക്കീത് നൽകുന്നുണ്ട്, അതേസമയം തന്നെ നമുക്കത് ആശ്വാസവും നൽകുന്നുണ്ട്. Crown of life is there. ജീവന്റെ കിരീടം അവിടെ ഉണ്ട്. That is for martyrs. അത് മരിച്ചുപോയ രക്തസാക്ഷികൾക്ക് വേണ്ടിയാണ്. Crown of glory for elders. മഹത്വത്തിന്റെ കിരീടം മൂപ്പന്മാർക്കാണ്. Crown of rejoicing for soul winners. സന്തോഷത്തിന്റെ കിരീടം നൽകുന്നത് ആത്മാക്കളെ നേടിയിട്ടുള്ളവർക്കാണ്. Crown of righteousness, those who are waiting for the coming of our Lord. നീതിയുടെ കിരീടം ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. Crown of incorruptible, those who are having victory. ജീവിതത്തിൽ വിജയം കൈവരിച്ചവർക്കാണ് അടുത്ത കിരീടം അവിടെ പറഞ്ഞിരിക്കുന്നത്. So all the rewards are kept for us. എല്ലാ സകല പ്രതിഫലങ്ങളും നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുകയാണ്. But let us repair these gates. ഈ വാതിലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് അറ്റകുറ്റപ്പണി നടത്തി നമുക്ക് അതിനെ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് പുനഃപ്രതിഷ്ഠ ചെയ്യാം. May the Lord help us. ദൈവം നമ്മളെ സഹായിക്കട്ടെ. Thank you for giving this opportunity here in this dear assembly. ഈ അസംബ്ലിയിൽ വന്ന് ശുശ്രൂഷിക്കുവാൻ എനിക്ക് നൽകിയ അവസരത്തിനായിട്ട് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. We will pray for one another. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. And if the Lord is coming late, we will have to do much more things for him. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് താമസിക്കുമെങ്കിൽ നമുക്ക് അനേക കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാം. Let us live and do the things for the glory of God. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെയും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാം. Thank you so much.